നമ്മുടെ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് എല്ലാവരും ചോദിച്ചൊരു പ്രൊഡക്റ്റ് ആട്ടോ. സെമി മൊഡാൽ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഭയങ്കര സ്മൂത്ത്, നമ്മുടെ നോർമൽ മൊഡാൽ പോലെ ഭയങ്കര ഇങ്ങനെ തിക്കായിട്ടുള്ള ആ ഒരു വെയിറ്റ് ഉള്ള ഫാബ്രിക് അല്ല, പക്ഷേ കാഴ്ചയ്ക്ക് പ്യുവർ മൊഡാലിൻ്റെ ആ ഒരു ലുക്ക് തന്നെ കിട്ടും. നമുക്ക് ആ ഒരു ബാട്ടിക്കിൻ്റെ പ്രിന്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. കളർ എല്ലാ കളറും നല്ല കേട്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡിലാണ്. ഇത് ഫസ്റ്റ് ഒരു മെറൂൺ വന്നേക്കുന്നത്. മെറൂൺ എന്ന് പറഞ്ഞാൽ റെഡിഷ് മെറൂൺ ആണ് കളർ. അപ്പോൾ ടോപ്പ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിന്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ വരുന്നത്. നിങ്ങൾക്ക് യോക്ക് ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ ആ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. അങ്ങനെ ആക്കിയാലും നല്ല കേട്ടോ. ഇത് ശരിക്കും വന്നേക്കുന്നത് താഴെയാക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഗോൾഡൻ ബോർഡർ, പിന്നെ അതിൻ്റെ താഴത്തെ ഒരു കുറച്ചുകൂടെ ബോർഡറിൽ ഇത് വരും. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അതും സെമി മോഡലാണ്. നല്ല സ്മൂത്ത് ആട്ടോ. കോട്ടൺ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലതിനെ കണ്ടാൽ തോന്നിക്കും, പക്ഷേ കോട്ടൺ അല്ല. ഇത് ചെറിയൊരു എന്താ പറയുക, വെൽവെറ്റ് ഒരു ലുക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കളർ ഇങ്ങനെ മാറി മാറി വരും. ബോർഡറിന് സെയിം തന്നെ ഈ ഒരു നമ്മുടെ ടോപ്പിൽ കൊടുത്തേക്കുന്ന സെയിം ടൈപ്പ് തന്നെ ബോർഡർ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം കളർ, സാറ്റിൻ സിൽക്കിൻ്റെ തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന് ബാക്ക് സൈഡിലും സെയിം ഈ ഒരു ഗോൾഡൻ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ചെറിയ പോർഷൻ എടുത്ത് കയ്യിൽ വെക്കാനൊക്കെ ആണെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും കുറച്ചുകൂടി ഒരു ഗ്രാൻഡ് ലുക്ക് കിട്ടും കേട്ടോ. ശരിക്കും മോഡലിൽ പ്യുവർ മോഡലിൽ വരാനുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഗോൾഡൻ ബോർഡർ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ Y163, റേറ്റ് 1480 രൂപ മാത്രമേ ഉള്ളൂ. 1480. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള യെല്ലോ കളറാട്ടോ. എനിക്കൊന്ന് എന്നെപ്പോലെ യെല്ലോ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. കാരണം ഈ ഒരു എല്ലാ സെറ്റിൻ്റെ അകത്തും യെല്ലോ വരുന്നില്ല, ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. ചിലപ്പോൾ ആ ഒരു ചില മെറ്റീരിയൽ യെല്ലോ ചെയ്ത് വരുമ്പോഴത്തേനും ചില കളേഴ്സാണ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാത്തിലും വരാത്തത്. അപ്പോൾ ആ ഒരു നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത് മാത്രമാണ് വരുന്നത്, നിങ്ങൾ കൂട്ടിയാൽ മതി. എന്തായാലും ഭയങ്കര ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല സ്മൂത്തായിട്ടോ ഫാബ്രിക്ക്. ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം, ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പറ്റുന്നവരെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്തേക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഫിനിഷിങ് പിന്നെയും കിട്ടും. ഒരു 1-2 പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ നമുക്കത് പിന്നെയും എടുക്കാൻ പറ്റും. അതുകൊണ്ടാട്ടോ നമ്മൾ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം മതി. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ അതിൻ്റെ ഭംഗി പോകാതെ നിൽക്കും. അപ്പോൾ സെറ്റായിട്ട് ചെയ്യുന്ന വലിയ പ്രൈസ് ഇല്ലല്ലോ, ഒരു 200-250 ഒക്കെ വരുള്ളൂ. അപ്പോൾ ആ ടോപ്പും ദുപ്പട്ടയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മെറ്റീരിയൽ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വാഷ് ചെയ്തതിന് കുഴപ്പമില്ല, ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്, സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. പിന്നെ ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ ഡിസൈൻ. നമ്പർ വരുന്നത് Y162, റേറ്റ് 1480. അടുത്ത ഷെയ്ഡ് ഇതിന് പറയാൻ വാക്കുകളില്ല, അത്രയും നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ പോലത്തെ ഒരു വയലറ്റ് ലാവണ്ടർ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല കളേഴ്സ് ആട്ടോ, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ഇതും സെയിം തന്നെ ആ ഒരു ഡിസൈനാണ് കേട്ടോ. പ്രിൻറ്റും മെറ്റീരിയലും എല്ലാം കൊണ്ടും നല്ല ലുക്കുള്ള ഐറ്റം. ബോർഡറിന് ഈ ഒരു ഗോൾഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ നമുക്ക് ഇങ്ങനെ തന്നെ വേണ്ടെങ്കിൽ, ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് വേറൊരു സ്റ്റൈലിലേക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടേതായ ഐഡിയക്ക് ചെയ്താൽ മതി. എങ്ങനെ വേണേൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഞാൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഏകദേശം നമുക്ക് ആ ഒരു മോഡൽ ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നോർമൽ കോട്ടൺ അല്ല കേട്ടോ, ആ ഒരു മോഡൽ സെമി മോഡലാണ് ഫാബ്രിക് വരുന്നത്. എന്തായാലും ആ ഒറിജിനൽ മോഡലിൻ്റെ ഏകദേശം ലുക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് റീസണബിൾ ആയിട്ട് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. നമ്പർ Y165, റേറ്റ് 1480. അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. അതിനും സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം രീതിയിൽ തന്നെയാണ് പ്രിൻറ്റും കാര്യങ്ങളും പോയിരിക്കുന്നത്. നല്ല കളറാട്ടോ, ഇങ്ങനെ മങ്ങലൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയും ബോർഡർ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും താഴെയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ഇങ്ങോട്ടാക്കി തയ്ക്കണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കുറച്ച് വെട്ടി പോകുന്നേ ഉള്ളൂ. എന്നാലും കാണാൻ ഭംഗിയാണ്. ഇത്രയും പോർഷനായിട്ട് യോക്ക് വരുന്നത് കാണാൻ നല്ലതാണ്. പിന്നെ മൊത്തത്തിൽ ആ ഒരു കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇതാണ് ദുപ്പട്ട വരുന്നത്. നമ്പർ കാണുന്നില്ല, അവർ കൊടുത്തേക്കാവേ. റേറ്റ് 1480, 1480. അതെ, ലാസ്റ്റത്തെ ഷെയ്ഡാട്ടോ. ഇത് നല്ല ഒരു ചില്ലി റെഡ് കളറാണ്. ചില്ലി റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവറായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് അല്ല, പക്ഷേ റെഡിൻ്റെ ഒരു നല്ല തെളിച്ചമുള്ളൊരു നല്ല കളറില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നാൽ ഇടിവെട്ടല്ല, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇടിവെട്ടും കാര്യങ്ങളൊന്നുമല്ല, കാണാൻ നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ്. എല്ലാ കളേഴ്സും അടിപൊളി. ഞാൻ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാവുന്ന കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് സെയിം അതുപോലെ തന്നെ ഇരിക്കുന്നത്. നമുക്ക് മെറ്റീരിയലാണ്ടും സെമി മോഡലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അറിയാം, ടച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് അറിയാം. അല്ലാതെ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. എന്തായാലും ഒരു എടുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് Y161, റേറ്റ് 1480.